നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ഇത് കേസ് ആവുകയാണെങ്കിൽ ഞാൻ നിനക്കെതിരെ കോടതി മൊഴി കൊടുക്കും. നിന്റെ ചീപ്പ് ഭീഷണിക്കൊന്ന് വഴങ്ങുന്നവളല്ലേ ദിയ. അങ്ങനെ നീ എനിക്കെതിരെ മൊഴി കൊടുത്ത പിന്നെ നീ പുറം ലോകം കാണില്ല. ദിയ പറയുന്നത് എന്നെ നിനക്ക് നന്നായിട്ട് അറിയാലോ. നീ എന്താ ദിയ എന്റെ അടുത്ത് ശത്രുക്കളെ പോലെ സംസാരിക്കുന്നത്? പിന്നെ നിന്നോട് ഞാൻ എങ്ങനെ സംസാരിക്കണം? എങ്ങനെ സംസാരിക്കണമെന്ന് ചേച്ചിയും ചേട്ടനും കൂടി ഇവിടെ ഹണിമൂണിന് വന്നിരിക്കുകയല്ല. ശബ്ദം പുറത്ത് കേൾക്കരുത് രണ്ടിന്റെയും. അതെ, എനിക്കൊന്ന് ഫോൺ ചെയ്യണമായിരുന്നു. അതൊക്കെ സാറ് വന്നിട്ട് തീരുമാനിക്കാം. അതുവരെ മിണ്ടാതിരുന്നോണം അവിടെ. അച്ഛനിതുവരെ ഉറങ്ങിയില്ലേ? എന്താ എല്ലാവരും ഉറങ്ങിയിട്ട് ഈ വീട്ടിൽ കയറുമെന്ന് നിനക്ക് വല്ല വാശിയുണ്ടോ? ഇങ്ങനെ കുടിച്ചു കൂത്താടി നടക്കാൻ നിനക്ക് നാണമില്ല? എന്താ എനിക്കൊന്ന് അറിയണം. അത് പറഞ്ഞിട്ട് കയറിയാ മതി. നീ എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശവും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അതെല്ലാം പോയില്ലേ? ഇതിവിടെ നടക്കില്ല നന്ദാ. ഈ വീട്ടിൽ ഞാൻ ഇത് അനുവദിക്കില്ല. വീടോ? ഇതൊരു വീടാണോ? ലോഡ്ജുകൾ പോലെ കുറെ മുറികളുള്ള ഒരു കെട്ടിടം, അത്ര തന്നെ. എന്നുമല്ല നിനക്ക് ഒരു ലോഡ്ജ് മുറിയായത്. ഇത്രയും കാലം നീ ഇവിടെ തന്നെയല്ലേ ജീവിച്ചത്. അന്നൊന്നും ഇതൊരു ലോഡ്ജായിട്ട് നിനക്ക് തോന്നിയില്ലല്ലോ. ഇത്രയും കാലം നടന്നൊക്കെയാണോ ഇപ്പൊ ഇവിടെ നടക്കുന്നത്? ആണോ? ഇവിടെ ഇപ്പൊ എന്തുണ്ടായെന്നോ? എന്തുണ്ടായെന്നോ? ഇവിടെ ആർക്കെങ്കിലും ആരോടെങ്കിലും സ്നേഹമുണ്ടോ? കടപ്പാടുണ്ടോ? മനുഷ്യരൂപമുള്ള കുറെ മൃഗങ്ങൾ മാത്രമുണ്ട് ഇവിടെ. ഏതോ ഒരുത്തി എവിടെന്നോ വലിഞ്ഞു കയറി വന്ന് ഇവിടെ കിടന്ന് കാണിക്കുന്ന പേക്കൂത്തുകളൊന്നും അച്ഛൻ കാണുന്നില്ലേ? അച്ഛൻ പറ, എന്ത് സന്തോഷമായിട്ടാ നമ്മളിവിടെ ജീവിച്ച്. ഇപ്പോഴോ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്ന് അച്ഛൻ അറിയുന്നുണ്ടോ? എന്തു വിഷമമുണ്ടെങ്കിലും ഇങ്ങനെ കുടിച്ചു നശിക്കണം. ഈ കുടിയൊന്ന് നിർത്ത്, എല്ലാം ശരിയാവും. ഇനി മേലിൽ നിന്നെ ഇങ്ങനെ ഞാൻ കാണരുത്. കഴിയുന്നില്ല അച്ഛ. കുടിക്കണമെന്ന് കരുതി മനഃപൂർവ്വം ഒന്നും അല്ല. മോനെ നന്ദ, ഓരോന്ന് ആലോചിക്കുമ്പോ കുറെ നേരത്തേക്കെങ്കിലും എല്ലാം ഒന്നും മറക്കാനായിട്ട്. മറക്കാൻ ഒരു ഔഷധമായിട്ട് തുടങ്ങിയതാണെന്ന് ഈ അച്ഛനറിയാം. എന്നാലും കൈവിട്ടു പോയില്ലടാ. ഇതിപ്പോ ഒരു മുഴുക്കുടിയനായി മാറിയില്ല എന്റെ മോൻ. മോനെ അച്ഛാ, എനിക്ക് ഏത് തള്ളണം ഏതെടുക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല അച്ഛാ. എന്റെ മോൻ ഇനി ഇങ്ങനെ കുടിക്കരുത്. ഇതൊന്നിനും ഒരു പരിഹാരം ആവില്ല. ഇപ്പോഴും അച്ഛൻ പറയുന്ന അനുസരിക്കും എന്റെ മോനെന്ന് ഞാൻ വിശ്വസിച്ചോട്ടടാ. ചെല്ല്.
later. ഹലോ, അമ്മേ, ഞാൻ ദിയ. എന്താ മോളെ ഈ സമയത്ത്? അതൊക്കെ പറയാം. അച്ഛനെവിടെ? വിളിച്ചിട്ട് കിട്ടുന്നില്ല. രവിയേട്ടനൊരു എമർജൻസി മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് ചെന്നൈയിലേക്ക് പോയിരിക്കുക. നീ കാര്യം പറ. അമ്മേ, ഞാൻ പോലീസ് കസ്റ്റഡിയിലാ. എന്താ മോളെ? എന്നെ ഒരു SP വിനോദ് ജോൺ സാറ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുക. ഞാനിപ്പോ എവിടെയാണുള്ളതെന്ന് എനിക്ക് യാതൊരു പിടിയില്ല. ആ ശരണ്യയുടെ അമ്മ നാന്ദിതയാ ഇതിന്റെ ഒക്കെ പിന്നില്. ഹലോ മോളെ, ദിയ, ഹലോ. ഹലോ, ISPയുടെ പേരെന്താന്നാ പറഞ്ഞേ? ബിനു ജോൺ. ഓക്കെ. ബിനു ജോൺ. ആര്? എന്താ? ഒന്നുമില്ല, നീ കിടന്നുറങ്ങാൻ നോക്ക്.